5 നൂറ്റാണ്ട് മുമ്പ് സൈനുദ്ദീൻ മക്തൂം ഒന്നാമന്റെ നേതൃത്വത്തിൽ ഒറ്റ വലിയ മരം കൊണ്ട് നിർമ്മിച്ചതാണ് 3 നിലകളുള്ള ഈ പള്ളി. അകത്തെ പള്ളിയിൽ നിന്ന് ദൈർഘ്യമുള്ള കോണി കയറിയാൽ വിശാലമായ 1-ാം നില, പൂർണ്ണമായും പുറത്തേക്ക് തള്ളിയ പൂമുഖ മാളികക്കൂട്, തുടർന്ന് 2-ാം നിലയും അരത്തട്ടും. ഈജിപ്തിലെയും മക്കയിലെയും പഠനം കഴിഞ്ഞ് പൊന്നാനിയിൽ തിരിച്ചെത്തിയ സൈനുദ്ദീൻ മക്തൂം തുടക്കം കുറിച്ചതാണ് കേരളത്തിലെ ദർസി സമ്പ്രദായം. 19-ാം നൂറ്റാണ്ടിൽ 400-ലധികം വിദ്യാർത്ഥികൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന്, ഇന്തോനേഷ്യയിൽ നിന്ന്, സുമാത്രയിൽ നിന്നും അതുപോലെ മലേഷ്യയിൽ നിന്നൊക്കെയുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇവിടേക്ക് അറിവ് നുകരാൻ വേണ്ടി ആളുകൾ വന്നിട്ടുള്ളതായി ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. പള്ളിയുടെ നടുവിൽ മക്തൂം കൊളുത്തിയ തൂക്കുവിളക്കിന് താഴെ ലോക പണ്ഡിതൻ ഇബ്നു ഹജറുൽ ഹൈതമി പതിച്ചതെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള വൃത്താകൃതിയിലുള്ള കല്ലുണ്ട്. ഇതിന് ചുറ്റുമിരുന്ന് മക്തൂമിയൻ സിലബസ് അനുസരിച്ച് ഓതിപ്പടിച്ച പണ്ഡിതരാണ് കേരളത്തിലാകെ ദർസ് സമ്പ്രദായം വ്യാപിപ്പിച്ചത്. വിളക്കത്തിരുത്തി പഠിച്ച ഇവരെ വിളിച്ചിരുന്ന പേരാണ് മുസ്ലിയാക്കന്മാർ. വിളക്കത്തിരുന്ന് പഠിച്ചിട്ട് മുസ്ലിയാക്കന്മാർ ആയിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. ഈ അടുത്ത കാലത്താണ് പിന്നെ ഈ അറബി കോളേജൊക്കെ വന്നത്. അതുവരെ ഈ പള്ളിയിൽ പഠിച്ച് ഇവിടെ കല്യത്ത് ഉസ്താദും കുട്ടി ഉസ്താദും ഒക്കെ ഇവിടുന്ന് പഠിച്ച് ഇവിടെ ദർസ് നടത്തി പാരമ്പര്യമുള്ള ഒരു പള്ളിയാണ്. കേരളത്തിൻ്റെ മക്ക എന്നറിയപ്പെടുന്ന സ്ഥലമാണ് പൊന്നാനി. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നൂറുകണക്കിന് ആളുകൾ വിജ്ഞാനം തേടി ഈ പള്ളിയിലെത്തിയിട്ടുണ്ട്. പൊന്നാനി മക്തൂം ഒന്നാമൻ തുടക്കം കുറിച്ച ഈ വിജ്ഞാന സഭയ്ക്ക് ഇന്നും മുടക്കം കൂടാതെ ഈ നാട്ടുകാർ സംരക്ഷണം നൽകുന്നു. ചിത്തുവട്ടത്തിനൊപ്പം യൂനുസ് അഹമ്മദ്, മീഡിയ 1, മലപ്പുറം.